എല്ലാവരും ഒരു അതിഥിയെ കാത്തിരിക്കുന്നു. അതിഥി മനുഷ്യാവസ്ഥയുടെ അയുക്തികതയെക്കുറിച്ചുള്ള ഒരു ചലച്ചിത്രം. ദാർശനിക മാനങ്ങളും കേരളീയതയും കലർന്നൊഴുകി 1975 റിലീസ് ചെയ്യപ്പെട്ട ഒരു മലയാള ചലച്ചിത്രമാണ് അതിഥി. കെ.പി. കുമാരൻ എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭ വിളിച്ചറിയിച്ചുകൊണ്ട് നടത്തിയ ആദ്യ സംരംഭമായിരുന്നു അതിഥി. കലാപരമായ സത്യസന്ധതയാൽ ഇന്നും ഒരു ന്യൂനപക്ഷമെങ്കിലും ഓർമ്മിക്കുന്ന ഒരു സിനിമയാണ് അതിഥി. ഈ തലമുറയ്ക്ക് ഒരുപക്ഷെ അതിഥിയെപ്പറ്റിയുള്ള കേട്ടുകേൾവികൾ പോലും ഇല്ലെന്നിരിക്കാം. വളരെ കാലം ഈ ചിത്രത്തിൻ്റെ ഒരു പ്രിൻ്റ് പോലും അവശേഷിക്കുന്നില്ല എന്നയിടത്ത് കുറച്ചു കാലം മുൻപ് യൂട്യൂബിൽ അധികം പരിക്കുകളൊന്നുമില്ലാത്ത അതിഥിയുടെ ഒരു പ്രിൻ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ തെളിയുമ്പോൾ അതും എന്തൊക്കെയോ കാരണങ്ങളാൽ കാണാനാവുന്നില്ല. പി.ജെ. ആൻ്റണി എന്ന അഭിനയ തത്വവേദിക്ക് ഭരത് അവാർഡ് ലഭിച്ചത് ഞങ്ങൾ UC കോളേജിൽ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്താണ്. തകർന്ന ഒരു കുടുംബഘടനയിൽ ഉൾപ്പെട്ട അംഗങ്ങളെക്കുറിച്ചാണ് അടിസ്ഥാനപരമായി ഈ കഥ ഊന്നുന്നത്. അവിടെ നിന്ന് ജീവിതത്തിൻ്റെ അയുക്തികതയിലേക്കും അസംബന്ധ സ്വഭാവത്തിലേക്കും നീങ്ങുകയാണ് അതിഥി. എല്ലാവരും ഒരു അതിഥിയെ കാത്തിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഞെരിച്ചുടയ്ക്കപ്പെട്ട പലതരം അസ്വാതന്ത്ര്യങ്ങളിൽ ജീവിക്കുന്ന ആ കഥാപാത്രങ്ങൾ ഈ പുതിയ അതിഥിയുടെ വരവിനെ കാത്തിരിക്കുന്നത് അവരെല്ലാവരും നിഗൂഢമായി ആഗ്രഹിക്കുന്നത് സമ്പന്നമായ ഒരു ഭാവിയാണ്. ഈ അതിഥി ഒരിക്കലും വന്നെത്തുന്നുമില്ല. മുൻപെപ്പോഴോ ഈ തറവാട്ടിൽ നിന്ന് നാടുവിട്ടു പോയ ആളാണ് അതിഥി. അതിഥിയുടെ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. സിദ്ധാർത്ഥൻ ആ തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന, ഒരുപക്ഷെ തൻ്റെ മുറപ്പെണ്ണായേക്കാമായിരുന്ന രമണി എന്ന യുവതിയെ സ്നേഹിച്ചിരുന്നു. സ്വാർത്ഥനും വൃദ്ധനുമായ രമണിയുടെ പിതാവ് ഒരു പുതുപ്പണക്കാരനും ബിസിനസ്സുകാരനുമായിരുന്ന കരുണന് രമണിയെ വിവാഹം കഴിച്ചു കൊടുത്തതോടെയാണ് ഹൃദയം തകർന്ന് സിദ്ധാർത്ഥൻ ബോംബെയിലേക്ക് നാടുവിടുന്നത്. അധികം വൈകാതെ കരുണൻ്റെ ബിസിനസ് ശൃംഖല പൊളിയുകയും കരുണൻ ആരോഗ്യം തകർന്ന് എല്ലാവരാലും തിരസ്കൃതനായി സുഹൃത്തുക്കളാൽ അപഹസിക്കപ്പെട്ട് ഭാര്യയുടെ ഭവനത്തിൽ ഒറ്റപ്പെട്ട് ഒരു മുറിയിൽ ജീവിക്കുന്നു. അയാൾ ഇപ്പോൾ കഞ്ചാവിൽ അഭയം തേടിയിരിക്കുകയുമാണ്. ഈ കഥാപാത്രത്തെയാണ് പി.ജെ. ആൻ്റണി അതിഥിയിൽ അവതരിപ്പിച്ചത്. അതിശക്തമായ പ്രകടനമായിരുന്നു പി.ജെ. ആൻ്റണിയുടെ. ആ കഥാപാത്രത്തെ ഏറ്റവും സ്ഫുടമായി അവതരിപ്പിക്കുകയായിരുന്നു പി.ജെ. ആൻ്റണി ചെയ്തത്. ഒരിക്കലും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാത്ത അതിഥിയാണ് ഈ ചിത്രത്തിലെ നായകൻ. എങ്കിലും രമണിയെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന കഥാനായകൻ എന്ന് തന്നെ പറയാം. കാരണം രമണിയെ ചുറ്റിയാണ് ഒരർത്ഥത്തിൽ ഈ ചിത്രം വികസിക്കുന്നത്. എല്ലാ കഥാപാത്രങ്ങളും മിഥ്യാപ്രതീക്ഷകളിലൂടെ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഗൃഹനാഥനായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്. അതിഥി വന്ന് എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടോ അഥവാ ഊഹിച്ചറിഞ്ഞതിനാലോ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വളരെ ദീർഘമായി കാത്തിരിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ എല്ലാ വേവലാതിയും കൃത്യമായി സംവിധായകൻ ചിത്രീകരിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര അത് അഭിനയിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. രമണി തൻ്റെ വിധിയെ സ്വീകരിച്ച് ഭർത്താവിന് വിധേയയായി അടുക്കളയിൽ തന്നെ കഴിയുന്നു. അത്യന്തം ജീവിതാഭിനിവേശവും അടങ്ങാത്ത ദാഹമോഹങ്ങളും അവളെ വലയം ചെയ്യുന്നു. സിദ്ധാർത്ഥൻ വരുമെന്നും അവരെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നും രമണി മോഹിക്കുന്നുണ്ട്. രമണിയുടെ അനുജത്തി ലത ഒരു നർത്തകിയാണ്. അവൾ വലിയ മോഹാവേശങ്ങളിലാണ്. അവളെ നിഗൂഢമായി സ്നേഹിക്കുന്ന ഒരാളുണ്ട്, വർക്ക്ഷോപ്പിലെ മെക്കാനിക്കായ രാഘവൻ. രാഘവൻ എന്ന കഥാപാത്രത്തെ ബാലൻ കെ നായരാണ് അവതരിപ്പിക്കുന്നത്. ലത അക്കാലത്തെ പുതുമുഖ നടിയായ സിന്ധു എന്ന ഒരു യുവതിയാണ്. രാഘവനോട് അനിഷ്ടമൊന്നും ലത പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അതിഥി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉദിച്ചതോടെ അയാളെ വിവാഹം കഴിക്കാമെന്നും ഭദ്രമായ ഒരു ജീവിതം കെട്ടിയൊരുക്കാമെന്നും അവൾ വ്യാമോഹിക്കുന്നു. അവളുടെ ഈ മോഹം അറിഞ്ഞതോടെ രാഘവൻ രംഗത്ത് നിന്ന് പിൻവാങ്ങുകയാണ്. എങ്ങനെയോ അതിഥി തിരിച്ചു വരുന്നു എന്ന വാർത്ത ലഭിച്ചപ്പോൾ തന്നെ എല്ലാ കഥാപാത്രങ്ങളും വിസ്മയത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇരുട്ടിൻ്റെ ചാക്കിലെ ഇല്ലാത്ത പൂച്ചയെ തിരയുന്നൊരു അന്ധൻ്റെ വ്യാമോഹം എന്ന് ആവർത്തിച്ച് പാടുന്ന ഒരു ഗാനം ഈ ചിത്രത്തിലുണ്ട്. ആ ഗാനം ചിത്രത്തിൻ്റെ ആത്മഭാവവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്നു. തകർന്നടിഞ്ഞ ഒരു കുടുംബഘടനയിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഛിന്നമായ ബന്ധങ്ങളും വലിഞ്ഞു മുറുകലുകളും അവതരിപ്പിക്കുന്നത് വഴി മനുഷ്യാവസ്ഥയുടെ അസംബന്ധതകളിലേക്ക് ക്യാമറ തിരിക്കുകയാണ് സംവിധായകൻ അതിഥിയിലൂടെ ചെയ്തത്. ഈ ചിത്രത്തിലെ 1-2 രംഗങ്ങൾ നോക്കാം. രമണിയുടെ വിവാഹത്തിന് ശേഷം മധുവിധുവിൻ്റെ ആർഭാടങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ്
രമണിയും കരുണനും ചേർന്ന് ഒരു നാടകം കാണാൻ പോകുന്നു. നാടകത്തിൽ നടക്കുന്ന ഒരു മുഖംമൂടി നൃത്തത്തിൽ ഒരു മുഖംമൂടി ഇടയ്ക്കിടെ രമണിയെ ഉറ്റുനോക്കുന്നതായി അവൾ ഭ്രമിക്കുന്നു. നാടകം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഇക്കാര്യം കരുണനോട് പറയാതിരിക്കുവാൻ രമണിക്ക് കഴിയുന്നില്ല. കരുണനും രമണിയും കൂടി തിരികെ ചെന്ന് ആ നാടക സംഘത്തലവനോട് സിദ്ധാർത്ഥൻ എന്ന ഒരാൾ അവരുടെ സംഘത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. മറ്റൊരു രംഗം, രമണിയുടെ അനുജത്തിയായ ലത അല്പം ദൈർഘ്യമുള്ള ഒരു നൃത്തം ഒരു വേദിയിൽ അവതരിപ്പിക്കും. നൃത്തം അവസാനിക്കുമ്പോഴാണ് ക്യാമറ സദസ്സിലേക്ക് തിരിയുന്നത്. സദസ്സിൽ ഒഴിഞ്ഞ കസേരകൾ മാത്രം. ഈ രംഗം ചെറിയൊരു നടുക്കം പ്രേക്ഷകനിലുണ്ടാക്കും. അവളുടെ പ്രതീക്ഷകളുടെ വ്യർത്ഥതയെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക രംഗമായി ആ ദൃശ്യം കാണാം. മലയാള സിനിമയുടെ അന്നുവരെയുള്ള നടപ്പ് രീതികളെ ഈ സംവിധായകൻ ഭഞ്ജിക്കുന്നുണ്ട്. ഒരു പുതിയ ക്രമത്തിനു വേണ്ടിയുള്ള അഭിവാഞ്ച അതിഥിയിൽ പ്രത്യക്ഷമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ വ്യർത്ഥതയെയും ആവർത്തിച്ചു വരുന്ന മോഹപ്രതീക്ഷകളുടെ കെട്ടുപാടുകളെയും കേന്ദ്രപ്രമേയമാക്കുന്ന ഈ ചലച്ചിത്രം അസ്തിത്വവാദ ദർശനത്തോടും അസംബന്ധ നാടകവേദിയോടും കൂറുപുലർത്തുന്നു എന്ന് ചില വിമർശകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വീട്ടകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ് എല്ലാ കഥാപാത്രങ്ങളും. എല്ലാവരും തന്നെ യാഥാർത്ഥ്യബോധം വീക്ഷിക്കുന്നതിൽ പരാജിതരുമാണ്. പൊതു ലക്ഷ്യം ഒന്നാണെങ്കിലും എല്ലാവരും പരസ്പരം എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നു. ഈ കൂട്ടത്തിൽ യാഥാർത്ഥ്യബോധമുള്ള ഏക കഥാപാത്രം മെക്കാനിക്കായ രാഘവനാണ്. ചിത്രാന്ത്യത്തോടടുക്കുമ്പോൾ രമണിക്കും തൻ്റെ മായക്കാഴ്ചകളിൽ നിന്നും മുക്തി ലഭിക്കുന്നു. അവൾ ജീവിതത്തെ മുഖാമുഖം നേരിടാൻ പഠിക്കുന്നു. പാരമ്പര്യവിരുദ്ധവും സദാചാര വിരുദ്ധവുമായ രീതിയിൽ അവൾ തൻ്റെ കെട്ടുപാടുകളിൽ നിന്നും മോചനം നേടി രാഘവനിൽ അഭയം കണ്ടെത്തുന്നു. രാഘവനും രമണിയും തമ്മിലുള്ള ലയം ഒരു തുറന്ന ഉദ്യാനത്തിൽ ഒരു പ്രവാഹം പോലെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്. ചിന്തോദ്ദീപകവും ഗൗരവതരവുമായ പ്രമേയങ്ങൾ മലയാളത്തിൽ ചലച്ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന കാലത്താണ് അതിഥിയും നമുക്ക് കൈവന്നത്. അക്കാലത്തെ മെയിൻ സ്ട്രീം സിനിമയുടെ നടപ്പ് രീതികളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും പാരമ്പര്യത്തിൽ നിന്ന് പലതും സംവിധായകൻ സ്വാംശീകരിച്ചിട്ടുള്ളതായും നമുക്ക് കാണാം. തൻ്റെ വ്യതിരിക്തമായ പ്രതിഭ ആദ്യ സംരംഭത്തിൽ തന്നെ പ്രകടമാക്കുവാൻ കെ.പി. കുമാരൻ എന്ന സംവിധായകന് കഴിഞ്ഞു. സൂക്ഷ്മദൃക്കുകളായിട്ടുള്ള പ്രേക്ഷകരിൽ നിന്നും പിന്നീട് ചില നിരൂപകരിൽ നിന്നും ലഭിച്ച അകമഴിഞ്ഞ പ്രശംസയല്ലാതെ മറ്റൊരു അംഗീകാരവും ഇത്രമേൽ മഹത്തരമായ ഒരു ചിത്രത്തിന് ലഭിച്ചില്ല എന്ന സത്യം അന്നും ഇന്നും എനിക്ക് വേദനാകരമായാണ് അനുഭവപ്പെടുന്നത്.